അപ്പം ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത് മാങ്ങ കൂട്ടാൻ കേട്ടോ. മാങ്ങയും ചെള്ളിപ്പൊടിയും. മാങ്ങയിൽ ആദ്യം മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ ഇത് ചെള്ളിപ്പൊടിയാണ്. പാലക്കാട് ഞങ്ങൾ ചെള്ളിപ്പൊടി എന്ന് വിളിക്കും. നിങ്ങളെന്താ വിളിക്കുകയെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഇടേണ്ടത് നമ്മുടെ സ്വന്തം മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം അമ്മയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ട് അമ്മയ്ക്ക് ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ട്. അമ്മ പറയണ്ട പറഞ്ഞു, എന്നാണ് ഞാൻ പറയും. അമ്മയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാരണം അമ്മയ്ക്ക് എരിവ് ഇഷ്ടമല്ല ഗൈസ്, അതുകൊണ്ട് അമ്മയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പം ഇട്ടിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും. ഇപ്പോൾ ഞങ്ങളുടെ പാലക്കാട് ഇതിന് ചെള്ളിപ്പൊടി എന്ന് പറയും ഈ ഒരു മീനിനെ. നിങ്ങളുടെ അവിടെ എന്ത് പറയുന്ന കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് പുളി കേട്ടോ, പുളി വെച്ചിട്ടുണ്ട് ഈ മാങ്ങയ്ക്ക്. അപ്പോൾ ഇനി പുളി ഒഴിക്കുക കേട്ടോ. ഈ മാങ്ങയ്ക്ക് ശരിക്കും പുളി വേണ്ട, കാരണം അത്രയും പുളിയുള്ളൊരു മാങ്ങയാണ്. കിഴങ്ങ് മാങ്ങ കേട്ടോ, നല്ല പുളിയുള്ള മാങ്ങയാണ്. ശരിക്കും പുളി വേണ്ട, അവിടെ ബസ്സിന് പോകാൻ കണ്ട സമയം. അപ്പോൾ പുളി വേണ്ട ശരിക്കും പറഞ്ഞ കേട്ടോ. എന്നാലും ഞങ്ങൾ പുളി ഒഴിക്കണമെന്ന് മാത്രം. അപ്പോൾ നല്ല പുളിയുണ്ട്. അപ്പോൾ ഇനി ഗ്യാസ് കത്തിക്കുക കേട്ടോ. ഗ്യാസ് കത്തിക്കാനാണ് ഇത്രയും ചെയ്തത്, അങ്ങനെ വേണം ചെയ്യാൻ. ഗ്യാസ് കത്തിച്ചു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇട്ടത് ഗൈസ് ഞങ്ങളിപ്പോൾ. അപ്പോൾ ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിക്കുക. അപ്പോൾ ഗൈസ് ഞങ്ങൾ ചലഞ്ച് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പേര് തന്നാൽ ഞങ്ങൾ നെയിം മീറ്റിംഗ് ചലഞ്ച് ചെയ്യും. അപ്പോൾ ഇനി ഉപ്പ് ഇടണം. ഉപ്പിടുന്നില്ല, ഉപ്പിടുന്നറിയില്ല. ഉപ്പിടും. ചെള്ളിപ്പൊടി കിട്ടാൻ ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇതിലേക്ക് നമ്മുടെ സ്വന്തം മറ്റേത് ഒഴിച്ചു കൊടുത്തു, പുളിവെള്ളം. ആ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഉപ്പിടുക ഗൈസ്. ഈ ഒരു ഇതിൽ വരുമ്പോൾ ഉപ്പിടുക. ഞാൻ ഈ മാങ്ങ കുറച്ച് തിന്നാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ, പക്ഷേ ഫുള്ള് കൊടുത്തു. ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം മുളക് പൊടി ഇടണം. മുളക് പൊടി എപ്പോഴാണ് ഇടുക എന്നറിയില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമ്മുടെ സ്വന്തം മുളക് പൊടി ഇടുക. മുളക് പൊടി ഇടുമ്പോൾ കുറച്ച് ഇട്ടാൽ മതി, ഒരുപാട് ഇടണ്ട. കാരണം നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ഈ മാങ്ങക്കൂട്ടന് എരിവ് പറ്റില്ല കേട്ടോ, കാരണം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എരിവ് കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ കിഴങ്ങ് മാങ്ങയാണ്, കിഴങ്ങുള്ള മാങ്ങ കേട്ടോ. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഇളക്കിയിട്ടില്ല. അപ്പോൾ ഗൈസ് ഇളക്കി, നല്ലപോലെ ഇളക്കി ഈ ഒരു പരുവത്തിലെത്തി. അപ്പോൾ ഇനി ചെള്ളിപ്പൊടി നമ്മുടെ ആശാൻ കൊട്ടുകയാണ്, നമ്മുടെ ഹീറോ ചെള്ളിപ്പൊടിനെ കൊട്ടുകയാണ്. ഇനി നല്ലപോലെ ഇളക്കൽ കുത്തഹ നടന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇത് കിഴങ്ങ് മാങ്ങയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. കിഴങ്ങ് മാങ്ങ പറഞ്ഞാൽ കട്ടിയുള്ള മാങ്ങ കണ്ടോ. ചെള്ളിപ്പൊടി ഈ ചെള്ളിപ്പൊടിൻ്റെ പച്ചപ്പ് മാറണം. എനിക്ക് ചെള്ളിപ്പൊടി ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഞാൻ പറയും, പക്ഷെ ഞാൻ കഴിക്കില്ല. ഈ കൂട്ടം ഞാൻ പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്, പക്ഷെ ചെള്ളിപ്പൊടി എനിക്കിഷ്ടമാണ്, ബട്ട് ഞാൻ കഴിക്കില്ല. അതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ഇവിടെ വെളുത്തുള്ളി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കടുക് തളിക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ കൂട്ടും ഞങ്ങൾ. അപ്പോൾ അടുത്തത് നമ്മുടെ തേങ്ങാശൻ വന്നു. അപ്പോൾ തേങ്ങ കൂട്ടുക. തേങ്ങ കൂട്ടിയിട്ട് ഇളക്കുമ്പോൾ എനിക്ക് കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങയുടെ ഒരു കളറുണ്ട്. അപ്പോൾ ഒരു തേങ്ങ പോലും എൻ്റെ അമ്മ വേസ്റ്റ് ആക്കാറില്ല, ഫുള്ളും പഠിച്ചെടുക്കും നമ്മൾ. അപ്പോൾ ഗൈസ് നല്ലപോലെ നമ്മുടെ തേങ്ങയും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടുണ്ട്. മാങ്ങക്കൂട്ടൻ വെക്കുമെങ്കിലും ഞാൻ മാങ്ങയൊന്നും എടുക്കാറില്ല, ചാറ് മാത്രമേ എടുത്ത് കൂട്ടാറുള്ളൂ എന്നാണ് അമ്മ പറയാറ്. ശരിയാണ് ഗൈസ്, ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതാ മാങ്ങയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പാലക്കാട് മാങ്ങക്കൂട്ടൻ എങ്ങനെ വെക്കണം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് കാണിക്കണത് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ വെളുത്തുള്ളിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇറക്കി വെച്ചിട്ട് നമ്മുടെ കടുക് താളിക്കൽ പ്രോസസ്സാണ് അപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതാ ഗൈസ്, ഈ ഒരു പരുവത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ഇറക്കി വെക്കും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്. ഞങ്ങളുടെ രീതിയിലാണ് വെക്കുന്നത് കേട്ടോ. പലവരും പല രീതിയിലായിട്ട് ഇറക്കി വെച്ചിട്ടാണ് ഗൈസ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പത്ത് ഇറക്കി വെക്കാം. അപ്പോൾ ഇനി കടുക് താളിക്കൽ പ്രോസസ്സ് നടക്കുകയാണ്. നമ്മുടെ സ്വന്തം എണ്ണയെടുത്ത് ഒഴിച്ചു കൊടുക്കുക, പിന്നെ കടുക് ഇടുക, പിന്നെ വെളുത്തുള്ളി ഇടുക, പിന്നെ കറിവേപ്പില ഇടുക. അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ചലഞ്ചൊക്കെ ചെയ്യുന്നുണ്ട്, നെയിം മീറ്റിംഗ് ചലഞ്ചൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേര് വെച്ചിട്ട് ചലഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് സഹകരിക്കുക. അപ്പോൾ എനിക്ക് ഒരു കമൻറ്റ് വന്നാൽ തന്നെ ഭയങ്കര സന്തോഷമാകും. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക ദയവ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐറ്റം. പിന്നെ നമ്മുടെ വെളുത്തുള്ളി ആശാൻ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞിട്ട് ഇന്നലത്തോടെ ഈ വെളുത്തുള്ളി ഞാൻ വറുത്തു ഗൈസ്. കാരണം ഇന്നലെ കുക്കുംബർ ചലഞ്ച് ഉണ്ടായിരുന്നു, ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം, കണ്ടാൽ മതി. അത് ചെയ്തപ്പോൾ തന്നെ വെളുത്തുള്ളി ഞാൻ അറ്റ്ലീസ്റ്റ് വറുത്തു. കാരണം അത്രയും നമ്മൾ വെളുത്തുള്ളി ഇഷ്ടമല്ല, കഴിക്കണവരുണ്ട്, പക്ഷെ എനിക്കിഷ്ടമല്ല. എന്താ പറയുക, ഒരുമാതിരി ടേസ്റ്റ് ഇഷ്ടമല്ല. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ കടുക് ഇട്ടൂല്ലേ പറയുമ്പോൾ ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ട് കറിവേപ്പിലയാണ് ഇടുന്നത് കേട്ടോ. ഞാൻ ഓരോ സമയത്ത് ഓരോന്നാണ് പറയുന്നത്, എന്താ പറയുക. നമ്മുടെ വെളുത്തുള്ളി ഇടുന്നില്ല, എപ്പോഴും എന്തോ വെളുത്തുള്ളി ഇടും ഞാൻ എപ്പോഴും പണ്ട് നോക്കി നിൽക്കണം. അങ്ങനെ ഇട്ടു ഗൈസ്. ഇനി നമ്മുടെ കറിവേപ്പിലയാണ്. കറിവേപ്പില പിന്നെ നമുക്ക് വെളുത്തുള്ളിയിൽ നിന്ന് ഇതായി വരുമ്പോൾ ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ കറിവേപ്പില
ഞങ്ങൾ കറുവേപ്പില ഞങ്ങളുടെ വീട്ടിൽ എവിടെ നോക്കിയാലും കറുവേപ്പിലയൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയൊരു ചെടിയായിട്ട്. അപ്പോൾ കറുവേപ്പില. അപ്പോൾ ഇവിടെ നല്ല മഴയാണ്, അവിടെ മഴയുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അനിയനാണെങ്കിൽ ഇടങ്കേടിഞ്ഞ് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഈ ഒരു ഇത് ഉണ്ടാക്കി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി ഇതെടുത്ത് അതിൽ കൊട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു മാങ്ങക്കറി. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു കറി. ഞങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ്